നമ്മൾ ഭാരതീയ ന്യായ സംഹിതയുടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അടുത്ത പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ പി കെ ലേണിങ്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക്, ഭാരതീയ ന്യായ സംഹിതയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് എന്താണ് കൊലപാതകം, അതുപോലെ തന്നെ കുറ്റകരമായ നരഹത്യ എന്താണ് എന്നുള്ളതാണ്. മർഡറും കൾപ്പബിൾ ഹോമിസൈഡിനെയും കുറിച്ചാണ് നമ്മൾ CPയുടെ എക്സാമിന് വേണ്ടിയിട്ട് സിലബസിൽ പറയുന്ന ഇതനുസരിച്ച് നമ്മൾക്ക് ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്താണ് കുറ്റകൃത്യങ്ങളിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് എന്താണ് കൊലപാതകവും അതുപോലെ തന്നെ കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്നത്. രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്. രണ്ടത് ഓർത്തിരിക്കണം. കൾപ്പബിൾ ഹോമിസൈഡും ഉണ്ട്. അതായത് ഹോമി മീൻസ് ഹ്യൂമൻ എന്നുള്ളതാണ്, സൈഡ് മീൻസ് കട്ട് എന്നുള്ളതാണ്. മനുഷ്യനെ മുറിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കൊലപാതകം എന്നുള്ളതാണ്. കൾപ്പബിൾ ഹോമിസൈഡും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവിടെ മറ്റൊരാളും ഉണ്ട്, മർഡർ എന്നുള്ളത്, കൊലപാതകം എന്ന് പറയുന്നതുണ്ട്. കൾപ്പബിൾ ആണ് കുറ്റകരമായ നരഹത്യയും. അന്ന് അടുത്ത എന്താണ് ഇത് നമ്മളിത് പഠിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഈ പറയുന്ന സെക്ഷൻ നമ്മൾ വായിക്കുമ്പോൾ, പ്രൊവിഷൻസ് നമ്മൾ വായിക്കുമ്പോൾ ഇവർ തമ്മിൽ അധികം എന്ത് കാണില്ല, ഒരു ഡെഫിനിഷൻസിനകത്തൊന്നും ഒരു വ്യത്യാസവും കാണില്ല. പിന്നെ എന്താണ് ഈ കുറ്റകരമായ നരഹത്യയും കൊലപാതകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടിലും മനുഷ്യനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലുന്നത്. കൊലപാതകം നടത്തുന്ന ഒരു ഹ്യൂമൻ ബീങ് മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത്, കൊലപാതകം നടത്തുന്നത്. ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രത്തോളം ക്രൂരത കൂടിയിരിക്കുന്നതോ, എത്ര ക്രൂരമായിട്ടാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് കുറ്റകരമായ നരഹത്യയാണോ അത് മർഡറിനകത്താണ് എപ്പോഴും എന്ത് കൂടുതലായിരിക്കുന്നത്, നമ്മളുടെ ഈ ക്രൂരതയുടെ അളവെന്ന് പറയുന്നത്, ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി ഓഫ് ക്രൂവാലിറ്റി എന്ന് പറയുന്നത് അങ്ങേയറ്റം കൂടുതലായിരിക്കുന്നത് എവിടെയാണ്, മർഡറിലാണ് കൂടുതലായിരിക്കുന്നത്. അപ്പോൾ ഏത് കൊലപാതകം എടുത്താലും കൊലപാതകം എന്ന് പറയുന്നത് മർഡറാണ്. രണ്ടും കൊലപാതകം തന്നെയാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് ഈ കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്നത് എന്താണ്, ചില സാഹചര്യം, നിങ്ങൾ ഏത് കൊലപാതകം എടുത്തോളൂ, ഏത് കൊലപാതകത്തിനകത്താണെന്നുണ്ടെങ്കിലും എന്ത് വരാം, അതിനകത്ത് കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്. എന്നാൽ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡുകളും എന്തല്ല. അപ്പോൾ മർഡറിനകത്ത് എപ്പോഴും ആരുണ്ട്, കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്, കുറ്റകരമായ നരഹത്യയുണ്ട്. കാരണം മനുഷ്യനെ കൊല്ലുന്നു, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കുന്നു, മർഡറാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ കൊലപാതകം നടന്നു പോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൾപ്പബിൾ ഹോമിസൈഡിനകത്ത് എല്ലായ്പ്പോഴും ആരുണ്ടാകണമെന്നില്ല, മർഡർ ഉണ്ടാകണമെന്നില്ല. ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രൊവിഷനിലേക്ക് പോകാം. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയാണോ, കാരണം സെക്ഷൻ 100 പറയുന്നത് ഏതൊരു വ്യക്തിയാണോ, ഒരു വ്യക്തി എന്താണ്, ഏത് വ്യക്തിയാണോ ഒരു ഇൻറ്റൻഷനോടുകൂടി കൊലപാതകം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ശാരീരികമായ ക്ഷതി കൊടുക്കുകയും, ആ ശാരീരികമായ ക്ഷതി എന്ന് പറയുന്നത് ബോഡ്ലി ഇഞ്ചുറി എന്ന് പറയുന്നത്, ആ ബോഡ്ലി ഇഞ്ചുറി ഒരു മരണത്തിലേക്ക് എത്തുകയും, അല്ലെങ്കിൽ എന്താണ് ഒരു അറിവോട് കൂടി, ആ അറിവെന്ന് പറയുന്നത് ഇവനൊരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ that may cost his death, അത് അയാളുടെ മരണത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു അറിവോട് കൂടി നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൾപ്പബിൾ ഹോമിസൈഡ്. അപ്പം നമ്മൾ വിചാരിക്കും അതെന്താണ്, കൊലപാതകത്തിനകത്ത് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഒരുത്തനെ കൊല്ലണമെന്ന് തീരുമാനിച്ച് എന്താണ് വടിവാളോ വെട്ടുകത്തിയോ വിഷമോ ഒക്കെ മേടിച്ച് വെക്കുന്നു, അങ്ങനെ കൊല്ലണമെന്ന് ഇത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ, സയനൈഡ് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ആൾ മരിക്കുമെന്നുള്ള അറിവോടുകൂടി തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊക്കെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാകും. എനിവേ, അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യക്കകത്ത് എന്തുണ്ട്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊലപാതകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം എത്തിക്കഴിഞ്ഞാൽ, സക്സസ് ആയിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, ആൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് നടന്നു കഴിഞ്ഞു, ഒരാൾ മരിച്ചു, കൊലപാതകം അവിടെ വന്നിട്ടുണ്ട്. അതായത് അത് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് നമ്മൾ അതിനെ പറയും. അപ്പം ഇതിനകത്ത് ചില ഉദാഹരണങ്ങൾ നോക്കിക്കോ. ഒരു വ്യക്തി എന്താണ്, ഒരാൾ എന്ന് പറയുന്ന ഒരാൾ ഒരു കുഴി ഉണ്ടാക്കി, ആ കുഴിയുടെ മുകളിൽ കുറച്ച് ഒരു പിറ്റുണ്ടാക്കി, ആ പിറ്റിൻ്റെ മുകളിൽ കുറച്ച് എന്താണ് സ്റ്റിക്സ്, ടർഫുകളൊക്കെ, കുറച്ച് ഇല, അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഇട്ട്, അതായത് അവിടെ ഒരു കുഴി ഉണ്ട് എന്നുള്ളത് അറിയിപ്പിക്കാതെ ഒരു കുഴി ഉണ്ടാക്കുകയും, എന്താണ് ഞാനാണ് ഒരു കുഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുവഴി ഇസഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി പതിവായി നടന്നു വരുന്ന വഴിയാണ്.
ഓക്കെ, അയാളെ വീഴ്ത്തണം എന്നുള്ളതാണ്. അപ്പോൾ ബിലീവിങ് എന്താണ് ഈ അപ്പം നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗ്രൗണ്ട് വളരെ ഫേം ആണെന്ന് കരുതിക്കൊണ്ട് ഈ സൈഡ് നടന്നു വരിക, അല്ലെങ്കിൽ മതീഷ് നടന്നു വരികയും കുഴിയുടെ മുകളിൽ എന്താണ് നോർമലായി ആ പറയുന്ന പിറ്റിൻ്റെ മുകളിൽ ചവിട്ടുകയും തല തല്ലി താഴെ വീഴുകയും ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ആ തരത്തിൽ വന്നപ്പോൾ എ ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ എന്നുള്ളതാണ്. അവിടെ നരഹത്യ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൽ തന്നെ മർഡറിലേക്ക് എത്തുമ്പോൾ ഇത് കുറേയും കൂടെ ക്രൂവാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി കുറച്ചും കൂടെ അങ്ങ് കൂടും. ഓക്കെ, ഇനി അവിടെ താണ്ട ഇനി അടുത്തൊരു ഉദാഹരണമാണ് പറയുന്നത്. എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അറിയാം ഇസഡ് ഒരു കുറ്റിച്ചെടിയുടെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ട്, പക്ഷെ അത് ആർക്കറിഞ്ഞൂടാ, ബിക്ക് അത് അറിഞ്ഞൂടാ. അപ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക് അറിയാം എന്താണ് ഇസഡ് ഒരു കുറ്റിച്ചെടിയുടെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ എന്താണ് ഇസഡിനെ കൊലപാതകം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ബിയുടെ അടുത്ത് പറയണം, ബി എ കണ്ടോ എന്താണ് ആ ബുഷിൻ്റെ ഇടയിലേക്ക് അവിടേക്ക് എന്ത് ചെയ്യും, വെടി വെക്കൂ. അപ്പോൾ എന്താണ് ചിലപ്പോൾ അവർ ഈ ഹണ്ടിങ്ങിനൊക്കെ പോയായിരിക്കാം, ഇതൊന്നും അറിയാതെ ബി അതിലേക്ക് എന്ത് ചെയ്യും, ഫയർ ചെയ്യുകയും അവിടെ മറിഞ്ഞിരുന്ന് ഇസഡിൻ്റെ ദേഹത്ത് വെടി കൊള്ളുകയും ആൾ തട്ടിപ്പോവുകയും ചെയ്യുന്നു. അവിടെ ഈ ബി എന്ന് പറയുന്ന ആൾ ഒന്നും ചെയ്തിട്ടില്ല, അയാൾ അറിഞ്ഞിട്ടില്ല. അതായത് എന്താണ് നമ്മളുടെ പറഞ്ഞിട്ടുള്ള ജനറൽ എക്സെപ്ഷൻസിനകത്ത് വന്ന് പെടും. അപ്പം ബി രക്ഷപ്പെടും. എന്നാൽ എ എന്ന് പറയുന്ന ആൾക്ക് കാരണം ഉദ്ദേശമുണ്ട്, നേരിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മറ്റവനോട് ഒളിച്ചിരിപ്പുണ്ട്, ഇവനെ കൊണ്ട് വെടിവെപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് അവൻ മരിക്കാം എന്നുള്ള ഒരു അറിവോട് കൂടി ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഇനി അടുത്തത് പറയുന്നത്, ഇനി ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എ പേഴ്സൺ ഹു കോസസ് ബോഡ്ലി ഇഞ്ചുറി ടു അനദർ എന്താണ്, ഇനി ഞാൻ മറ്റൊരാൾക്ക് എന്താണ് എൻ്റെ ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൂ ഈസ് ലാൻഡ് എന്താണ് ഒരു ഡിസോർഡർ, ഡിസീസ് അല്ലെങ്കിൽ ബോഡ്ലി ഇൻഫേർമിറ്റി ദെയർ ബൈ ആക്സിഡൻറ്റ്. അതായത് ഞാനിപ്പോൾ ഒരു സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ അവിടെ ഒരു മറ്റൊരു വ്യക്തി ഇരിപ്പുണ്ട്, അയാൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളോ ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ഇൻഫോർമിറ്റികളോ അതല്ലെങ്കിൽ ഡിസോർഡറുകളോ പോട്ടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ്. ബ്രെയിന് സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം തലയ്ക്ക് എന്ന് നല്ലൊരു കിഴുക്ക് കൊടുത്ത് ചിലപ്പോൾ ഇയാൾ മരിച്ചു പോകുന്ന എന്നുള്ളൊരു അറിവുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷൻ എന്നായിട്ട് ഇതെന്താ പറയുന്നത്, അപ്പോൾ ഒരു വ്യക്തിക്ക് ഓൾറെഡി എന്തുണ്ട്, ഒരു ബോഡ്ലി ഇൻഫേർമിറ്റി ഡിസോർഡറൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ അതിനെ ആക്സിലറേറ്റ് ചെയ്യാണ്, ചെന്നൊരു കുത്തു വെച്ച് കൊടുക്കുകയാണ്. അത് എന്താണ്, അതുവഴി ഇയാൾക്ക് മരണം സംഭവിക്കാമെന്ന് പറഞ്ഞാലും അവിടെയും കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ഇനി അതേപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ അപ്പോൾ എന്താണ് ബോഡ്ലി ഇഞ്ചുറി നമ്മൾ കൊടുക്കും. കത്തി വെച്ചൊരു കുത്തു വെച്ച് കൊടുക്കുന്നു. എന്താണ് അങ്ങനെ ബോഡ്ലി ഇഞ്ചുറി എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ എന്താണ് ഈ പ്രോപ്പർ റെമഡീസ് ആൻഡ് സ്കിൽഫുൾ ട്രീറ്റ്മെൻറ്റ് എന്താണ് കൊടുത്താൽ പോലും ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും. അവിടെയും എന്താണ് ഇവിടെയും മരണം ഉണ്ടായിരിക്കുന്ന ബോഡ്ലി ഇഞ്ചുറി വഴിയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് ബോഡ്ലി ഇഞ്ചുറി കോസസ് സച്ച് ബോഡ്ലി ഇഞ്ചുറി ഷാൽ ബി ഡീംഡ് ടു ഹാവ് കോസ്ഡ് ഡെത്ത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പ്രോപ്പർ റെമഡീസും സ്കിൽഫുൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് പോലും ആൾ രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും എന്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരും, ഈ പറഞ്ഞ സെക്ഷൻ 100ൻ്റെ ഭാഗമായിട്ട് വരും. ഇനി അടുത്തൊരു എക്സ്പ്ലനേഷനാണ് എന്താണ് മദറിൻ്റെ വൂമ്പിലുള്ള ഗർഭസ്ഥ അവസ്ഥയിലുള്ള കുട്ടിയെ കോസിങ് ഓഫ് ഡെത്ത് ഓഫ് ദ ചൈൽഡ് ഇൻ ദ മദേഴ്സ് വൂംബ് ഈസ് നോട്ട് ഹോമിസൈഡ് ബട്ട് ഇറ്റ് മേ എമൗണ്ട്. അതൊരു പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, അതൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഗർഭസ്ഥ അവസ്ഥയിലുള്ള ഒരു കുട്ടിയെ കൊന്നു കഴിഞ്ഞാൽ അത് ഹോമിസൈഡ് അല്ല, കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. എന്താണ് ആ ലിവിങ് ചൈൽഡായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ജീവനോടെ നമ്മൾ പുറത്ത് അല്ലെങ്കിൽ ആ ജീവനോടെ ജനിക്കാൻ നമ്മൾ എന്താണ് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിലും എല്ലാം അത് എന്തിൻ്റെ പരിധിയിൽ വരും, കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ പരിധിയിൽ വരും. ഇനി അടുത്ത പറയുന്ന ഇതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ളതാണ്. സെക്ഷൻ 100ലാണ് കൾപ്പബിൾ ഹോമിസൈഡ് പറഞ്ഞത്. സെക്ഷൻ 100ൽ പറഞ്ഞ കൾപ്പബിൾ ഹോമിസൈഡ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്
സെക്ഷൻ 105 പറയുന്നുണ്ട് പണിഷ്മെന്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. അത് പ്രത്യേകം നോട്ടിഫൈ ചെയ്യണം. ഇത് കൊലപാതകമല്ല, കൾപ്പബിൾ ഹോമിസൈഡിന്റെ തന്നെ പണിഷ്മെന്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്ന എത്രയിലാണ് പറയുന്നത്? 105 പറയുന്നത്. ഒന്നുകിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് എന്താണ് 5 വർഷത്തിൽ തുടങ്ങി 10 വർഷം വരെ പോകാവുന്നതാണ്. ഓക്കെ, 5 തുടങ്ങി ഒന്നുകിൽ ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്രയാണോ പറയുന്നത് അത്രയും. അതല്ല എന്നുണ്ടെങ്കിൽ 5 തുടങ്ങി 10 വർഷം വരെയും പ്ലസ് ഫൈനാണ്, ഫൈനോടും കൂടി കിട്ടുന്നതാണ് അതിൻ്റെ എന്തെന്ന് കണ്ടോ. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡുകളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അബദ്ധത്തിലൊക്കെ പറ്റുന്ന ചില സംഗതികളൊക്കെ വരും. അതൊക്കെ ഈ പറയുന്ന 100ന്റെ പരിധിയിലേക്ക് വരും. അപ്പോൾ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തൊട്ട് 10 വർഷം വരെയോ, അതല്ലെങ്കിൽ എത്ര രൂപയാണ് ഫൈൻ എന്ന് പറയുന്നത് കോടതിക്ക് എന്താണ് ഉചിതമായിട്ട് തോന്നുന്നത്, ഡീം ടു ബി ഫിറ്റ് ആയിട്ട് തോന്നുന്ന എന്താണ് തുകകളായിരിക്കും ഫൈനായിട്ട് ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആയിരിക്കും കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്, മരണം സംഭവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബോഡ്ലി ഇഞ്ചുറി കൊടുക്കുകയും ശരീരത്തിനൊരു ക്ഷതി കൊടുക്കുകയും ആ ക്ഷതി എന്ന് പറയുന്നത് മരണത്തിലേക്ക് എത്തിക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അതല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 10 വർഷം വരെയോ ഫൈനോ ആകാവുന്നതാണ്. ഇനി അതല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നോളജ് ഉണ്ട്, നമുക്കൊരു അറിവുണ്ട്, ഇറ്റ് ലൈക്ലി ടു കോസ് ഡെത്ത് ബട്ട് വിത്തൗട്ട് എനി ഇന്റൻഷൻ ടു കോസ് ഡെത്ത് ഓർ ടു കോസ് സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് എന്നുള്ളതാണ്. അതായത് ഇവൻ എന്താണ് സർജറി ആയിട്ടിരിക്കുന്ന ആൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആൾ മരിക്കുമെന്നുള്ളൊരു അറിവുണ്ട് നമുക്കുണ്ട്. പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, നമ്മൾ അയാളെ ഇൻറ്റൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, കൊലപാതകം ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷനൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ആൾ മരിച്ചുപോയി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് അത് 10 വർഷം വരെയും ഫൈനും കിട്ടാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. ഇനി അപ്പം 100 അതേപോലെ തന്നെ 100, 105 ആണെങ്കിൽ അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്, സെക്ഷൻ 101 ആണ്, മർഡർ ആണ്, കൊലപാതകം എന്ന് പറയുന്നതാണ്. കൊലപാതകം കൾപ്പബിൾ ഹോമിസൈഡിൽ നിന്ന് ഇങ്ങ് കൊലപാതകത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ പറയുന്നത് except in the cases hereinafter accepted culpable homicide is murder. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു കൾപ്പബിൾ ഹോമിസൈഡ് കുറ്റകരമായ നരഹത്യയെ നമ്മൾ കൊലപാതകമായിട്ട് പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്നത് കൊലപാതകമാകണമെന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ചോദിക്കും കൾപ്പബിൾ ഹോമിസൈഡിനകത്ത് ഇൻറ്റൻഷൻ ഇല്ലേ? യെസ്, അവിടെയും ഇൻറ്റൻഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മർഡറിനകത്തും എന്താണ്, ഇൻറ്റൻഷൻ ഉണ്ട്. ഈ ആക്ട് എന്ന് പറയുന്നത് വിച്ച് ദ ഡെത്ത് കോസ്ഡ് ഈസ് ഡൺ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ദ ഒഫൻഡേഴ്സ് നോസ് ടു ബി ലൈക്ക്, അല്ലെങ്കിൽ ശാരീരിക ക്ഷതി കൊടുക്കുകയാണ്, ആ ശാരീരിക ക്ഷതി മരണത്തിലെത്തിക്കും എന്ന് ഈ പറയുന്ന എന്താണ് പ്രതിക്ക് ഇല്ലെങ്കിൽ ഈ കുറ്റം ചെയ്ത ആൾക്കറിവുണ്ടെങ്കിൽ, ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ദ ആക്ട് ഈസ് കോസ്ഡ്, ഈ പ്രവൃത്തി എന്ന് പറയുന്നത് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് ബോഡ്ലി ഇഞ്ചുറി ടു എനി പേഴ്സൺ ആൻഡ് ദ ബോഡ്ലി ഇഞ്ചുറി എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലിക്റ്റഡ് ഈസ് സഫിഷ്യൻറ്റ് എന്താണ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്. അതായത് നമ്മൾ ചില ആൾക്കാർക്ക് ശാരീരിക ക്ഷതി കൊടുത്തു കഴിഞ്ഞാൽ കത്തിവെച്ച് കുത്തിയിട്ടൊരു ട്വിസ്റ്റും കൂടി ചെയ്യുന്നു, നോർമൽ കേസിൽ അവൻ അപ്പം തന്നെ തട്ടിപ്പോവും. അതായത് വേറെ ഒന്നും ചെയ്യണ്ട, കുത്തുക മാത്രമല്ല ചെയ്യുന്നത്, അത് ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇൻഫ്ലിക്റ്റഡ് സഫിഷ്യൻ്റ്. ആ ഇൻഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ക്ഷതി എന്ന് പറയുന്നത് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചറിൽ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എന്താണ് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എന്താ മൊത്തത്തിൽ കട്ട് ചെയ്ത് പോയി, ഓക്കെ, കണ്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർമൽ കേസിൽ അത് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന അതിനകത്ത് പറയുന്നത് എന്താണ്, നമ്മൾ ആ പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കിന് ഗ്രാവിറ്റി കൂടിക്കഴിഞ്ഞു, ഇൻറ്റൻഷൻ കൂടിക്കഴിഞ്ഞു, അതിൻ്റെ ക്രൂവാലിറ്റി കൂടിക്കഴിഞ്ഞു, കണ്ടോ. അപ്പോൾ ഈ സാധനം എന്തായി കഴിഞ്ഞു, ഇത് കൾപ്പബിൾ ഹോമിസൈഡാണ്, ഒരാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരുത്തനെ തന്നെ കൊന്നതാണ് കൾപ്പബിൾ ഹോമിസൈഡ്. പക്ഷേ ഈ സാധനം എന്തായി കഴിഞ്ഞു, മർഡർ ആയി കഴിഞ്ഞു. അടുത്തതാണ് ഈ പ്രവൃത്തി ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഡെത്ത് കോസ് ചെയ്യുന്നത് അവിടെ അറിവുണ്ട്, ഇറ്റ് ഈസ് സോ ഇമിനൻ്റ്ലി ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ഉണ്ടോ, ഇത് നോക്കിക്കണം, ഓൾ പ്രോബബിൾ കോസ് ദ ഡെത്ത് ഓർ സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് ആൻഡ് കമ്മിറ്റ് സച്ച് ആക്ട് എന്ന് പറഞ്ഞാൽ, അതായത്
ഏതൊക്കെ സാഹചര്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ നമ്മുടെ ഒരു കുഴി ഉണ്ടാക്കി, കുഴിയുടെ ഒരു പിറ്റുണ്ടാക്കി, പിറ്റിൻ്റെ മേൽ ടർഫ് പോലെയൊക്കെ ഉണ്ടാക്കി ഇലയും പച്ചിലയൊക്കെ വാരിയിട്ട് ഒരുത്തനെ വീഴ്ത്തി കഴിഞ്ഞാൽ അവൻ എപ്പോഴും മരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ കൊലപാതകം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചെയ്യുകയും ആ പ്രവൃത്തി സക്സസ് ആകുകയും ചെയ്താൽ ഇൻ ഓൾ പ്രോബബിൾ കോസസ് അവിടെ റിസൾട്ട് മരണമാണെങ്കിൽ, ഏതൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ വന്നാലും അത് മരണമാണെങ്കിൽ അത് ആ പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡ് എന്ത് തന്നെയാണ്? കൊലപാതകം തന്നെയാണ്. അടുത്ത് പറയുന്നു കൾപ്പബിൾ ഹോമിസൈഡ്. ഇനി ഓക്കെ, അപ്പം നമ്മൾ ഇത് പഠിച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ, കൾപ്പബിൾ ഹോമിസൈഡ് തന്നെയാണ് കൊലപാതകം എന്ന് പറയുന്നത്. ഈ 1-ൽ നിന്ന് 100-ൽ നിന്ന് 101-ലേക്ക് എത്തുമ്പോഴത്തേക്കിനും എന്ത് കൂടണം? ക്രുവാലിറ്റി കൂടണം. ഓക്കെ, ക്രുവാലിറ്റി കൂടണം. ഇപ്പോൾ നമ്മൾ കേസ്, ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിലും കഷായം ഗ്രീഷ്മ, അതുപോലെ ജോളി കേസ്, അതേപോലെ തന്നെ ഇലന്തൂർ മറ്റേ നരബല്ലി കേസ്, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇനി ഈ പറയുന്ന ഇപ്പം നമ്മൾ ചാർജ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? അത് 100 അനുസരിച്ചിട്ടാണ് ചാർജ് ചെയ്ത് വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ കോടതി അപ്പം നമ്മൾ എന്ത് ചെയ്യും? 101 അനുസരിച്ച് നമ്മളിപ്പോൾ കൊടുക്കും. ഈ 101 അനുസരിച്ച് പ്രൊവിഷൻസ് എല്ലാം ഇനി കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇതിനകത്ത് കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ ആണ്, എത്രത്തോളം ക്രുവാലിറ്റി ഉണ്ട് എന്നാണ്. ഓക്കെ, ഗ്രീഷ്മയുടെയൊക്കെ കേസ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മതി എത്രത്തോളം ആണ് അതിൻ്റെ ക്രുവാലിറ്റി. അത് അവർ അറിയാം ഇത്ര വിഷമാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന സംഗതി അത് കലക്കി ഒഴിച്ച് കൊടുക്കുന്നു. അത് 1 തവണ ചെയ്യുന്നു, 2 തവണ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ക്രുവാലിറ്റി എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം. അത് തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളുടെയും തെളിവുകളുടെയും ബാക്കി എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതിയായിരിക്കും. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ആകില്ല എന്നുള്ളതാണ്. അപ്പോൾ എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞ കേസുകളിനകത്തെല്ലാം കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ആവും, ദാറ്റ് ഈസ് മർഡർ ആണ്. എന്നാൽ ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ എന്തില്ല? കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് മർഡർ ആകില്ല. ആദ്യത്തെ എക്സെപ്ഷൻ പറയുന്നു മർഡർ ആകാത്ത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒഫൻഡർക്ക് സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട്, സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം നഷ്ടപ്പെട്ട്, അതായത് അതിനെ നമ്മൾ പറയുന്ന ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനാണ്. 2 പേര് തമ്മിൽ നോർമലി കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2 പേര് തമ്മിൽ ഇച്ചിരി ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാൾ പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവും. ഓക്കെ, ആ പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേവ് ആൻഡ് സഡൻ ആണ്. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിൽ ആണ് എന്ത് ചെയ്തത്? കത്തിയെടുത്ത് കുത്തിയത്, അടുത്തിരിക്കുന്ന പൂച്ചട്ടി എടുത്തല്ല അവൻ്റെ തലമണ്ടയ്ക്ക് അടിച്ചത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തി പെട്ടെന്ന് ചെയ്ത പ്രവൃത്തിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്ത ഒരു കാര്യമാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം എന്നില്ല. ഇനി ഞാൻ കരുതി കൂട്ടി സമയമെടുത്ത് സാഹചര്യം സൃഷ്ടിച്ച് അവർ സൂപ്പ് കുടിക്കുന്ന സമയമൊക്കെ നോക്കി അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സയനൈഡൊക്കെ മേടിച്ച് തയ്യാറായി ഇരിക്കുമല്ല. അതിന് പ്രീ പ്ലാനിങ് ഉണ്ട്. അതായത് ഇൻറ്റൻഷൻ എന്ന് പറയുന്ന സാധനം ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാനും മതീഷും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മതീഷ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, കയ്യിലിരിക്കുന്ന സാധനം എടുത്ത് മതീഷിൻ്റെ മണ്ടയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നു. എനിക്ക് അവിടെ ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ല. മതീഷിനെ എന്ത് ചെയ്യണം? കൊലപാതകം ചെയ്യണമെന്ന് യാതൊരു തരത്തിലുള്ള ഇൻറ്റൻഷനും ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെ നടക്കുന്നത് മർഡർ അല്ല. അപ്പോൾ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കൊലപാതകം എന്ന് നമുക്കവിടെ പറയാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് അതൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. പറ്റിപ്പോയി, സംഭവിച്ചു പോയി, നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി എന്ന് പറയാം. രണ്ടാമത്തെ ഇനി പറയുന്നു ഓക്കെ, ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നു. ഈ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി പ്രൊവോക്ക് ചെയ്യുന്ന, ഇപ്പം എന്താണ് അയാളെ ഈ പറയുന്ന രീതിയിൽ പ്രൊവോക്ക് ചെയ്യിക്കുന്നത് എന്തെന്ന് പറയുന്നത്, ഞാനും മതീഷും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, മതീഷ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് വേണം ഞാൻ പ്രൊവോക്ഡ് ആകാൻ, അല്ലാതെ ഞാൻ സ്വയമേ അങ്ങ് പ്രൊവോക്ഡ് ആയിട്ട് മതീഷിൻ്റെ തലമണ്ടയടിച്ച് വിളിക്കാൻ പാടില്ല. അപ്പോൾ ഈ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് വോളണ്ടറിലി പ്രൊവോക്കേഷൻ വരാൻ പാടില്ല. ഓക്കെ, ഈ ഒഫൻഡർ ആയിരിക്കണം സോട്ട് ഓർ വോളണ്ടറിലി പ്രൊവോക്ഡ് ബൈ ദ ഒഫൻഡർ ആസ് ആൻ എക്സ്ക്യൂസ് ഫോർ കില്ലിംഗ് ഓർ അപ്പോൾ എന്താണ് പ്രൊവോക്കേഷൻ? സ്വമേധയ ഉണ്ടാകുന്നത് ആയിരിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് എനിക്ക് തന്നെ ദേഷ്യം വന്നിട്ട്, ഇല്ലെങ്കിൽ എന്താണ് ഞാൻ അങ്ങനെ എനിക്ക് നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ട്, ആളെ തട്ടണമെന്നൊരു പ്ലാനിങ് ഉണ്ട്, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത സാഹചര്യങ്ങളിൽ ഞാൻ തന്നെ പ്രൊവോക്കഡായി ഞാൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ദറ്റ് ഈസ് നോട്ട് എന്താ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ അല്ല. ഈ പറയുന്ന ഇനി അതല്ല, ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇൻ ദ ഒബീഡിയൻസ് ഓഫ് ദ ലോ ഓർ ബൈ ദ പബ്ലിക് സർവൻറ്റ്
ഒരു പബ്ലിക് സർവൻറ്റ് അയാളുടെ ലോഫുൾ ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാൻ വരികയാണ്. ഓക്കെ, ലോഫുൾ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് വാറണ്ടുമായിട്ട് വരുന്നു, അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ കയറി വരുന്നു. വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് വാറണ്ടുമായിട്ട് വരുന്ന ആൾക്ക് ബ്രേക്ക് ഓപ്പൺ ചെയ്യാനും സെർച്ച് ചെയ്യാനും ഒളിച്ചിരിക്കുന്നവരെ പിടിച്ചെടുത്തുകൊണ്ട് പോകാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്, നമ്മൾ കണ്ടതാണ്. അങ്ങനെ വരുന്ന ഒരാൾ എൻ്റെ വീട്ടിൽ കയറിയാൽ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ആ പ്രൊവോക്കേഷൻ അല്ല. അപ്പോൾ എന്താണ് ഒരു ലോഫുൾ ആയിട്ടുള്ളൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പബ്ലിക് സർവൻറ്റ് വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ നമ്മൾ പ്രൊവോക്ഡ് ആയിട്ട് അയാളെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ വിവരം അറിയും. അവിടെ അതെന്തല്ല, പ്രൊവോക്കേഷൻ അല്ല. അപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ഇത് പ്രൊവോക്കേഷനായിട്ട് കണക്കാക്കത്തില്ല. അപ്പോൾ എന്ത് സാധനമായിട്ട് മാറി? ഇത് മർഡറായിട്ട് മാറും. ഇനി അതല്ലെങ്കിൽ ഗിവിങ് എനിത്തിങ് ഡൺ ഇൻ ദ ലോഫുൾ എക്സസൈസ് ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള. ഞാനും എന്താണ് മതീഷും സംസാരിച്ച് നിൽക്കുന്നു, പെട്ടെന്ന് മതീഷ് പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ പ്രൊവോക്ഡ് ആവുന്നു. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്ത് ഞാൻ മതീഷിൻ്റെ തലമണ്ടയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നു. തലമണ്ടയ്ക്ക് കൊടുത്ത മതീഷ് നമ്മൾ പറഞ്ഞതാണ് ജനറൽ എക്സെപ്ഷൻസ് കണ്ടപ്പോൾ അതിൽ പ്രൈവറ്റ് ഡിഫൻസ് കണ്ടാണ്. അപ്പോൾ പ്രൈവറ്റ് ഡിഫൻസ് ഞാൻ മതീഷിനെ അടിച്ചു കഴിഞ്ഞാൽ മതീഷിന് എന്തിനുള്ള അവകാശമുണ്ട്? സെൽഫ് ഡിഫൻസിനുള്ള അവകാശമില്ലേ. അപ്പം മതീഷ് എന്ത് ചെയ്യും? ഡിഫെൻഡ് ചെയ്യും. ഞാൻ അടിച്ചപ്പം ഇനി അത് തടുക്കുന്നോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ എന്നെ തിരിച്ചടിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അവനെ ഉപദ്രവിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ എന്ത്, ഒരു വ്യക്തി അയാളുടെ നിയമപരമായിട്ടുള്ള പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പ്രൊവോക്ഡ് ആയിട്ട് അവന് വീണ്ടും അവൻ്റെ പണ്ടൊന്നും അടിച്ചു പൊളിക്കാനോ കൊലപാതകം ചെയ്യാനോ പാടില്ല. അങ്ങനെ പാടിയാൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിരിക്കില്ല, അതെന്തേ ആകുള്ളൂ, കൊലപാതകമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അടുത്തതാണ് ഈ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് ഗ്രേവ് ആണോ സഡൻ ആണോ എന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് ഓഫൻസ് ഫ്രം എമൗണ്ടിങ് മർഡർ ഈസ് എ കോസ്. അതായത് ഈ നിങ്ങൾ പറഞ്ഞൊരു വസ്തുത ബഹുമാനപ്പെട്ട കോടതി അത് പെട്ടെന്നുണ്ടായ ഒരു ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിലായിപ്പോയി സംഭവിച്ചത് എന്നുള്ളത്, ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് ഈ കൊലപാതകം ചെയ്യാനും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വ്യക്തികളെ കൊന്നുകളയാൻ വേണ്ടി മാത്രമുള്ള പ്രൊവോക്കേഷൻ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതൊക്കെ ഒരു എന്താണ് ഒരു വസ്തുതയാണ്. ആ ഫാക്റ്റാണ്, ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റാണ്. അത് പ്രൂവ് ചെയ്യപ്പെടണം. ആ പ്രൊവോക്കേഷൻ എന്താണ്, കമ്പാരിറ്റീവ്ലി ആ പ്രൊവോക്കേഷൻ അത്ര കൂടുതലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ഇനി അതല്ല, ആ പ്രൊവോക്കേഷൻ കമ്പാരിറ്റീവ്ലി ലെസ് ആണെങ്കിൽ എന്തിൻ്റെ പരിധി ഇല്ലെങ്കിൽ പരിരക്ഷ നമുക്ക് കിട്ടില്ല. ഈ പറഞ്ഞ 101 നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ അല്ലാത്ത മറ്റൊരു സാഹചര്യം എന്താണ്? നമ്മൾ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്താണ്, എന്നെ ഒരാൾ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചു. ഓക്കെ, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ എന്തുണ്ട്, നമുക്ക് ഇപ്പം നിയമം പഠിച്ചു വെച്ചിട്ടൊന്നുമല്ലല്ലോ എല്ലാവരും ഇരിക്കുന്നത്, എനിക്ക് അവനെ തിരിച്ചടിക്കാം അങ്ങനെയല്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം ഡിഫെൻഡ് ചെയ്യും. ആ ഡിഫെൻഡ് ചെയ്ത സമയത്ത് നമ്മൾ ജനറൽ എക്സെപ്ഷൻ കേട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ ജനറൽ എക്സെപ്ഷൻ കേട്ട ആ പ്രൈവറ്റ് ഡിഫൻസ് എന്നെ അടിച്ചവനെ അതായത് എന്നെ കൊലപാതകം ചെയ്യാമെന്നവനെ ഞാൻ തിരിച്ചടിച്ചു. എൻ്റെ കയ്യിൽ അന്നേരം അതായിരുന്നു, എനിക്ക് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. കയ്യിലിരുന്ന് സാധനം എടുത്ത് അവനെ കൊടുത്തു, അവൻ തട്ടിപ്പോയി. അപ്പം ഞാൻ ചെയ്തത് മർഡർ ആണോ കൾപ്പബിൾ ഹോമിസൈഡ് ആണോ? ഞാൻ കൾപ്പബിൾ ഹോമിസൈഡാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അതെന്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത്? പ്രൈവറ്റ് ഡിഫൻസ് ഇനി ഈ പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മരണം സംഭവിക്കാവുന്ന കാരണങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്തതാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഒരു ഒഫൻസും ആയിരിക്കുകയില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സാഹചര്യം പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് മർഡറിലേക്ക് എത്തില്ല. അടുത്ത മൂന്നാമത്തെ എക്സെപ്ഷനാണ് കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ അല്ലാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് പബ്ലിക് സർവൻ്റ് ആണ്. പബ്ലിക് സർവൻ്റ് പബ്ലിക് ജസ്റ്റിസ് നടപ്പിലാക്കുന്നു. എന്താണ് ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പബ്ലിക് സർവൻ്റ് പബ്ലിക് ജസ്റ്റിസ് നടപ്പിലാക്കുമ്പോൾ ഇല്ലെങ്കിൽ പബ്ലിക് സർവൻ്റ് അയാളുടെ ഡ്യൂട്ടി നടപ്പിലാക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അധികാരത്തിൽ കൂടുതൽ എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ എന്താണ്, ഡൂയിങ് ആൻ ആക്ട് വിച്ച് ഹി ഇൻ ഗുഡ് ഫെയ്ത്ത് ബിലീവ്സ് ടു ബി ലോഫുൾ ആൻഡ് നെസസറി ഫോർ ദ ഡ്യൂ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടി ആ സച്ച് പബ്ലിക് സർവൻ്റ് ആൻഡ് വിത്തൗട്ട് ഇൽ വിൽ ടുവേർഡ്സ് ദ പേഴ്സൺ ഹൂസ് ഡെത്ത് ഈസ് കോസ്ഡ് എന്നുള്ളതാണ്. അതായത് ഒരു പബ്ലിക് സർവൻ്റ് അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, എന്താണ് ഒരു പ്രതി രക്ഷപ്പെട്ടു പോകുന്ന പ്രതിയെ ഓടിച്ചിട്ട് പിടിക്കാൻ പെർസ്യൂ ചെയ്യാനൊക്കെ ഉണ്ട്. പെർസ്യൂട്ട് ഓഫ് ഒഫൻഡർ ഒക്കെ നമ്മൾ കണ്ട ആൾക്കാരാണ്. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കാനും ഒക്കെ നമുക്ക് അപ്പോൾ എന്താണ്
കൂടുതൽ ബലം പ്രയോഗിക്കാൻ ദുരുദ്ദേശത്തിലല്ല ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യണം, പ്രതി ഓടിപ്പോയ പ്രതിയെ വെടിവെക്കുക, കാലിന് മുട്ടിന് കീഴെ വെടിവെച്ച് വീഴുന്ന. പക്ഷേ നമ്മൾ ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്യുന്നത്, ആളെ തലയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ പറയുന്ന സാധനം എന്തിലേക്ക് എത്തില്ല, മർഡർ എന്ന് പറയുന്നതിനൊക്കെ എത്തില്ല. ഇനി കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ അല്ലാത്ത അടുത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രീ മെഡിറ്റേഷൻ ഒന്നുമില്ല, ഒരു സഡൻ ഫൈറ്റിലാണ്, ഒരു ഹീറ്റ് ഓഫ് പാഷൻ, അങ്ങേയറ്റം ദേഷ്യം വന്നിട്ടാണ് ഇത് ചെയ്തത്. അത് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ അതിൽ ഞാനിങ്ങനെ എന്നോട് ഓപ്പോസിറ്റ് എനിക്ക് അത്രയും ദേഷ്യം വന്നിട്ടാണ് കയ്യിലിരുന്ന സാധനം എടുത്ത് അവൻ്റെ മണ്ടയ്ക്ക് അടിച്ചത്, കയ്യിലിരുന്ന സാധനം എടുത്ത് അവനെ കുത്തിയതെന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തത് വഴി എനിക്കതിൽ നിന്ന് അഡ്വാൻറ്റേജ്, അവനെ കൊലപാതകം ചെയ്യുന്നത് വഴി എനിക്ക് അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അഡ്വാൻറ്റേജുകളും വരാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റ് ആണ്, എന്തിനങ്ങനെ ചെയ്തു, പ്രീ മെഡിറ്റേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വരും. ഇനി അതായത് ആര് ആദ്യം പ്രൊവോക്കേഷൻ കൊടുത്തു എന്നുള്ളതൊക്കെ ഇമ്മെറ്റീരിയലാണ്, അതൊന്നും വലിയതൊന്നുമല്ല. ആദ്യം അവൻ അങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്, അതൊന്നും ആര് പ്രൊവോക്ക് ചെയ്തു എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്, അതൊരു വസ്തുതയൊന്നുമല്ല. അടുത്ത എക്സെപ്ഷനാണ് പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ അല്ലാത്ത മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ബി നോട്ട് എ മർഡർ, അതായത് above the age of 18 years suffers death or takes the risk of death with his own consent കൊടുത്ത്, ഇതും നമ്മൾ കണ്ടതാണ്. ജനറൽ എക്സെപ്ഷൻസിനകത്ത് കൺസെന്റ് ഒക്കെ കൊടുക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പലതരത്തിലുള്ള ഗെയിമുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ആ ഗെയിമിലൊക്കെ ഇപ്പോൾ റെസ്ലിങ് അതുപോലെ തന്നെ ഫെൻസിങ്ങിലൊക്കെ ഏർപ്പെടുമ്പോൾ അതിന് മുമ്പ് കൺസെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ സർജറി അങ്ങനെയൊക്കെയുള്ള ഈ ലൈഫ് റിസ്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ കൺസെന്റ് ഒക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങൾ. പക്ഷേ ഒരു മനുഷ്യൻ സർജറിക്ക് പോകുമ്പോൾ അയാളുടെ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം ഡോക്ടർ സർജറി, അതല്ലാതെ ഇവനെ കൊന്നിട്ട് ഇവൻ്റെ കിഡ്നി എടുക്കാം, മറ്റേ തലച്ചോറ് എടുക്കാം, ഇതെടുക്കാമെന്നൊന്നും വിചാരിച്ചുള്ള ബാഡ് ഇൻറ്റൻഷനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കൺസെൻറ്റോടുകൂടി ചെയ്യുന്നിടത്തും അവിടെ പക്ഷേ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്തതാണ്, അപ്പോൾ നമ്മൾ കണ്ട 100 എന്ന് പറയുന്നതിൻ്റെ പണിഷ്മെൻറ്റ് 105 ആണ്. 101 പറയുന്ന മർഡറിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് 103 അതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ മർഡർ നടത്തുന്നവർക്കുള്ള പണിഷ്മെൻറ്റ് ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, അത് പ്ലസ് ഫൈനാണ്. കണ്ടോ, കൾപ്പബിൾ ഹോമിസൈഡിൽ നിന്ന് ഇങ്ങ് മർഡറിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും സംഗതി മാറി. ഒന്നുകിൽ കൊലപാതകമാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പെനാലിറ്റി ഡെത്ത് പെനാലിറ്റിയോ അതല്ലെങ്കിൽ ഇംപ്രിസൺമെൻ്റ് ആണ്, പറയുന്ന ശിഷ്ടകാലം ജയിലിൽ എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 അതിലധികം ആൾക്കാരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഇതിനെപ്പറ്റി നമ്മൾ വീണ്ടും പഠിക്കും. അതായത് ഈ ഒരു നമ്മൾ ഹോണർ കില്ലിംഗ് ഒക്കെ കേട്ടിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പ്രൊവിഷനൊക്കെ പുതിയതാണ്. അപ്പോൾ ഇതിനകത്ത് റേസിൻ്റെയോ കാസ്റ്റിൻ്റെയോ കമ്മ്യൂണിറ്റിയോ സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ലാംഗ്വേജ്, പേഴ്സണൽ ബിലീഫിൻ്റെയൊക്കെ പേരിൽ അപ്പോൾ ഈ സിമിലർ ഗ്രൂപ്പ് ഓഫ് മെമ്പർമാർ അനദർ ഗ്രൂപ്പിലൊക്കെ പെട്ട ആൾക്കാരെയൊക്കെ തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഇത് ഡെത്തായിട്ടാണ് കണക്കാക്കുന്നത്. മർഡർ അവിടെ ഡെത്ത് പെനാലിറ്റി, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് പ്ലസ് ഫൈൻ ആയിരിക്കും അവിടെയും പണിഷ്മെൻറ്റ് കിട്ടുന്നത്. ഇനി അടുത്തതാണ്, അപ്പോൾ അപ്പോൾ നമ്മൾ കണ്ട പ്രൊവിഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കണ്ടത്, അതിൽ 100 കണ്ടു, 100ൻ്റെ പണിഷ്മെൻറ്റ് 105 കണ്ടു, 101 കണ്ടു, അതിൻ്റെ പണിഷ്മെൻറ്റ് 103 കണ്ടു. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നതാണ് 102 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിങ് ഡെത്ത് ഓഫ് ദ പേഴ്സൺ അതർ ദാൻ ദ പേഴ്സൺ ഹൂസ് ഡെത്ത് വാസ് ഇൻറ്റൻറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു വ്യക്തിയെ കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ജോളിയുടെ കേസിനകത്ത് സയനൈഡ് കലക്കി കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് പറയുന്ന ഒരാളെ ഉദ്ദേശിച്ച് കൊടുത്ത സയനൈഡ് അയാൾക്കല്ല കിട്ടിയത്, വേറൊരാളെടുത്താണ് കഴിച്ചതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയാം, ഞാൻ എന്ത് ചെയ്തിട്ട്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇവിടെ കലക്കി വെച്ചത്, മറ്റേ ബി വന്നിതെടുത്ത് കുടിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇൻറ്റൻഷൻ, നമ്മൾ വിചാരിച്ച വ്യക്തി അവിടെ മരിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ പ്രവൃത്തി മൂലം ഒരാൾ അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ പറയുന്നത് എന്തായിട്ടേ കണക്കാക്കുകയുള്ളൂ, ഈ പറയുന്ന ഇതെന്താണ് ഒരു കൊലപാതകം ഹോമിസൈഡ് എന്ന് മാത്രമായി കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ടായിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. കോസ് ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ അവിടെ എന്തായിട്ടാണ്, ഞാൻ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് കലക്കി വെച്ചത് ബി എടുത്ത് കുടിച്ചാലും ബി മരിച്ചു പോയാലും നിയമം എങ്ങനെ കൺസിഡർ ചെയ്യൂ, നിങ്ങൾക്ക് ബിയെ തന്നെ കൊല്ലാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് തന്നെ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഓക്കെ, അടുത്തതാണ്
അവിടെ 104 എന്താണ് ലൈഫ് കൺവിക്റ്റുകൾ, ഈ ജീവപര്യന്തം തടവൊക്കെ ആയിട്ട് ജയിലിലൊക്കെ കിടക്കുന്നവന്മാർ പുറത്തിറങ്ങി വന്നിട്ട് ഈ പറയുന്ന പണിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന പണി എന്ന് പറഞ്ഞാൽ ഇവർ മർഡറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വിത്ത് ഇംപ്രിസൺമെൻറ്റ്, ഒന്നുകിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. ഈ ലൈഫ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എന്താണ് സ്വാഭാവികമായിട്ടുള്ള ഇനിയുള്ള ശിഷ്ടകാലം എവിടെ തന്നെ കിടക്കണം, ജയിലിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ലൈഫ് കൺവിക്റ്റൊക്കെ ആയിട്ടുള്ള ഇംപ്രിസൺമെൻറ്റിലൊക്കെ വിധിക്കപ്പെട്ട് കിടക്കുന്നവന്മാരൊക്കെ ഇപ്പോൾ പരോളിലൊക്കെ പുറത്തിറങ്ങി വല്ല കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഡെത്ത്, അതല്ലെങ്കിൽ ശിഷ്ടകാലം മുഴുവനായിട്ട് ജയിലിൽ കിടന്നോണം. ഇനി അടുത്തതാണ് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. അതായത് റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി മൂലം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വളരെ അശ്രദ്ധമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രവൃത്തി മൂലം ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് 5 ഇയർ വരെയാണ്. ഈ 5 എന്ന പ്ലസ് അതിനകത്ത് ഫൈനും വരും. അത് മാത്രമല്ല ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ മരണം സംഭവിച്ചത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ കയ്യിൽ നിന്നാണത് സംഭവിച്ചതെന്നങ്ങനെ വൈൽ പെർഫോമിംഗ് ദ മെഡിക്കൽ പ്രൊസീജിയർ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അയാളുടെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ 2 വർഷം വരെ ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ എന്നുള്ളതാണ് പണിഷ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും പ്രൊവിഷൻസ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 100 മുതൽ 106 വരെയുള്ള പ്രൊവിഷൻസ് ഓർത്തിരിക്കുക. 100 എന്ന് പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, അതിൻ്റെ പണിഷ്മെൻ്റ് എവിടെയാണ്. 101 എന്ന് പറയുന്നത് മർഡർ ആണ്, അതിൻ്റെ പണിഷ്മെൻറ്റ്. അപ്പോൾ 100, 105, അതുപോലെ തന്നെ 101 പറയുന്നത് 103, പിന്നെ 102 ആണ് അതിൻ്റെ ഇടയ്ക്കുള്ളത്. അത് കഴിഞ്ഞാൽ 102 കഴിഞ്ഞാൽ 104ഉം പിന്നെ അതുപോലെ തന്നെ എന്താണ് 106ഉം. ഇത്രയും പ്രൊവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളത് ഒന്നും കൂടി ക്ലാസ്സുകൾ വ്യക്തമായിട്ട് കേൾക്കുക. എന്താണ് മർഡർ, എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്, എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത്. ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. രണ്ടിടത്തും ഇൻറ്റൻഷൻ ഉണ്ട്. മനുഷ്യനെയാണ് കൊല്ലുന്നത്. ദെൻ വരുന്നതാണ് എന്താണ് ക്രുവാലിറ്റി എന്ന് പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ക്രുവാലിറ്റിയുടെ ഗ്രാവിറ്റി അത്രയും കഠിനത എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ക്രുവാലിറ്റി അങ്ങേയറ്റം, ക്രൂരത അങ്ങേയറ്റം കൂടുതലായിരിക്കുന്നിടത്താണ് എന്ത് സാധനം കയറി വരുന്നത്, മർഡർ കയറി വരുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ബാക്കി പ്രൊവിഷൻ, ഓഫൻസ് അഗെയിൻസ്റ്റ് ബോഡിയുടെ ബാക്കി പോർഷൻസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.